എടക്കര പഞ്ചായത്തിലേക്ക് അവിടെയുള്ള വോട്ടുകൾ എണ്ണാൻ തുടങ്ങുകയാണ്. വലിയ കട്ടയ്ക്ക് മത്സരം നടക്കുന്ന മേഖലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ ലീഡ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇരു മുന്നണികളും തമ്മിൽ അവിടെ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇരു മുന്നണികൾ തമ്മിലുള്ള വോട്ട് പങ്കുവെക്കൽ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ കാണേണ്ടതില്ല. ഇവിടെ രണ്ട് മുന്നണികളും PV അൻവറും കൃത്യമായി വോട്ട് പങ്കുവെക്കുന്നുണ്ട്. BJP വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചേക്കുന്നത്. അവർക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ച് എന്നുള്ളത് വ്യക്തവുമാണ്. അത് സംബന്ധിച്ചൊക്കെ ഇനി വരാനിരിക്കുന്നു കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ അവകാശവാദങ്ങൾ എന്നൊക്കെ. പക്ഷേ പ്രതീക്ഷിച്ചതോ പ്രഡിക്റ്റ് ചെയ്തതോ ആയ ഒരു കണക്കും അവിടെ നിന്ന് വരില്ല. പുതിയ നിലമ്പൂർ എഴുതുന്ന പുതിയ രാഷ്ട്രീയ ചിത്രം നമ്മൾ നോക്കിക്കാണുന്നു. 4353 വോട്ട് എന്ന് പറയുമ്പോൾ മൂത്തയിടത്തെ 70 ബൂത്തുകളും കഴിഞ്ഞ് എടക്കരയിലേക്ക് കടക്കുകയാണ്. UDF ക്രമമായി ലീഡ് ഉയർത്തുന്നുണ്ട്. ഇത് പക്ഷേ ഒരു മാസീവായിട്ടുള്ള വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ എണ്ണിയിരിക്കുന്ന ആദ്യത്തെ 70 ബൂത്തുകൾ എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് UDFന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ട ആദ്യത്തെ 70 ബൂത്തുകളാണ്. അവസാനത്തെ 70 ബൂത്തുകൾ LDFനെ സംബന്ധിച്ച് അവർക്ക് മേൽക്കൈ കിട്ടാവുന്ന ബൂത്തുകളാണ്. അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള അൻവർ ഇഫക്റ്റ് ഒക്കെ പ്രതിഫലിക്കാമെന്നുള്ള കാര്യം നമുക്ക് കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും 4353 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുമ്പോൾ അത് എടക്കരയിലേക്ക് കൂടി കൗണ്ടിംഗ് കടക്കുമ്പോഴാണ് UDFന് 9 ഇടത്തും LDFന് 7 ഇടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ ഉള്ള മേഖലയാണ് ഇത്. അവിടെ നിന്ന് എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഇനിയിപ്പോൾ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എണ്ണുന്ന സമയത്ത് ലീഡ് കുറയും, UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണുന്ന സമയത്ത് ലീഡ് കൂടും എന്നുള്ള ഒന്നും വിചാരിക്കേണ്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ പുതിയ നിലമ്പൂർ, പുതിയ എഴുത്ത്, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. 5ാം റൗണ്ടിനെ നമ്മൾ ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ്. 5ാം റൗണ്ടിലെ വോട്ടുകൾ ഏതു രീതിയിൽ എഴുതപ്പെടും എന്ന്. എടക്കരയിൽ LDFന് സാധാരണ നിലയിൽ ലീഡ് ലഭിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്താണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 97 വോട്ട് അല്ലേ, 97 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രകാശിന്റെ സ്വന്തം പഞ്ചായത്താണ്. ആ ഒരു ഫാക്ടർ അവിടെ വർക്കാകുമോ എന്ന വലിയ ചോദ്യമാണ് ഉള്ളത്. വരുന്ന 20 മിനിറ്റിൽ അത് അറിയാം. കാരണം നമുക്കറിയാം VV പ്രകാശിന്റെ ഭാര്യ സ്മിത വോട്ട് ചെയ്യാൻ എത്തിയത് ഉച്ച കഴിഞ്ഞ് 3:30 ആണ്. ഇവർ വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന സൂചന. VV പ്രകാശിന്റെ മകൾ രാവിലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അച്ഛനില്ലാത്ത ആദ്യത്തെ ഇലക്ഷൻ, ഇതൊക്കെ ചില കോൺഗ്രസ് പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് എടക്കര മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വൈകാരികമായി ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിപ്രതിപത്തി, ഇതെല്ലാം പ്രതിഫലിച്ചാൽ എടക്കര മുതൽ കാര്യങ്ങൾ ടേൺ ചെയ്യാം. അതുകൊണ്ട് 4353 UDFന് ഉറപ്പായും പ്രതീക്ഷയുള്ള വഴിക്കടവും മൂത്തേടവും കഴിയുമ്പോൾ 4512 കംഫർട്ടബിൾ ആണ് UDF. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ശരി, എടക്കരയിലും ആകെയുള്ളത് 17,939 വോട്ടുകളാണ്. അത് ഏതു നിലയിൽ നിലമ്പൂരിന്റെ വിധിയെഴുത്തിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കാണാനുണ്ട്. 4512 വോട്ടുകളുടെ ലീഡായി മെച്ചപ്പെട്ടിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില. 4500 കടന്നിരിക്കുന്നു. 4000 കടന്നപ്പോൾ UDFന്റെ ക്യാമ്പിന്റെ ആവേശം നമ്മൾ കണ്ടതാണ്. 4512 വോട്ടുകളുടെ ലീഡ് നിലവിൽ ആര്യാടൻ ഷൗക്കത്തിന്. എടക്കര എണ്ണി തുടങ്ങുമ്പോൾ എന്താകും? എടക്കര എട്ടങ്ങേറാക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, ലീഗിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എടക്കരയിൽ കോൺഗ്രസിന് ഇടങ്ങേറുണ്ടാവാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ 4512 കംഫർട്ടബിൾ ആണ്, വിജയത്തിലേക്കുള്ള പോക്കാണ്. ഏത് ഘട്ടത്തിലായാലും 5000 പിന്നിട്ടാൽ ജയിക്കാം എന്ന ഉറച്ച കോൺഫിഡൻസ് UDFനെ സംബന്ധിച്ചാണ്. അതിന് അവർ ഏറെക്കുറെ അടുത്താണ്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഭൂരിപക്ഷം എത്ര എന്നുള്ളതിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയരും. ലീഗ് ഒരു പടി കൂടി കടന്ന് നന്നായി പ്രവർത്തിച്ചു എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കോൺഗ്രസ് നേതാക്കൾ നൽകുമ്പോൾ എടക്കരയിൽ ആ നിലയിലുള്ള ഒരു വർക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്ന വളരെ പരമപ്രധാനമായ ഒരു ചോദ്യം നിൽക്കുന്നു. VV പ്രകാശിന്റെ ജന്മസ്ഥലമാണ്. അവിടെ പാർട്ടിക്കുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വൈകാരികമായ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതൊക്കെ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോഴത്തെ ലീഡ് നില അത് 4512 വോട്ടിൻ്റെതാണ്. ഇടക്കരയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, പോത്തുകളിൽ എണ്ണാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് വളരെ ക്രൂഷ്യലാണ്. LDFനെ സംബന്ധിച്ച് ഇടക്കരയും പോത്തുകളും വളരെ 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 പ്രധാനമാണ്. ഇവിടെയും ക്രമാനുഗതമായി പ്രാധാന്യമുണ്ട്. എടക്കരയിൽ 5 ഇടത്തും മുസ്ലിം ലീഗ് 4 ഇടത്തുമാണ് ഉള്ളത്. കോൺഗ്രസിനാണ് അവിടെ കൂടുതൽ വോട്ടും, കോൺഗ്രസിനാണ് അവിടെ കൂടുതൽ സ്വാധീനവും. പണിയെടുത്തതും രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. കൂടുതൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വോട്ടെടുപ്പ് തീരുന്നതിന് ഏറെക്കുറെ 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തിയതും ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി. പക്ഷേ അത് വൈകിപ്പോയിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് കോൺഗ്രസ് ആണ് ഉത്തരം പറയേണ്ടത്.